നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 2 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കൊല്ലം മുണ്ടയ്ക്കൽ തങ്കശ്ശേരി സ്വദേശികളാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. കരട് പട്ടികയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 1,67,465 പേർ പുറത്തുപോകാൻ സാധ്യത. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ 7.8%. ആകെയുള്ള 21,44,527 വോട്ടർമാരിൽ 19,77,062 പേരുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തു. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചു. സ്ഥിരം ജീവനക്കാരുടെ ശമ്പളമാണ് പരിഷ്കരിച്ചത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പുതിയ ശുദ്ധജല പദ്ധതിക്കായുള്ള പുനലൂരിന്റെ കാത്തിരിപ്പ് നീളുന്നു. ഉപയോക്താക്കളുടെ എണ്ണം 15 ഇരട്ടി വർദ്ധിച്ചിട്ടും പുതിയ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്ക് ആവശ്യമായ തുക ലഭ്യമാകാത്തതാണ് കാരണമെന്ന് അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. 2 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കൊല്ലം മുണ്ടയ്ക്കൽ തങ്കശ്ശേരി സ്വദേശികളാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പാലോട് നിന്നും കൊല്ലത്തേക്ക് കാറിലും ബൈക്കിലുമായി കൊണ്ടുപോയ 1.96 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. മുണ്ടയ്ക്കൽ സുധീഷ് ഭവനിൽ സുധീഷ്, മുണ്ടയ്ക്കൽ ഉദയ മാർത്താണ്ഡപുരം സ്വദേശി റോബിൻ, തങ്കശ്ശേരി കോട്ടപ്പുറം സ്വദേശി റോയ്, മുണ്ടയ്ക്കൽ മോളി കോട്ടേജിൽ റോഷൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഡാൻസ് ഓഫ് ടീമും പോലീസും ചേർന്ന് ഇവരെ പിടികൂടിയത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു അറസ്റ്റ്. ഇവർ സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാറും ബൈക്കും തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയായിരുന്നു. 4 പേരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേക്കുകളിൽ പ്രിസർവേറ്റീവുകൾ കൂടുന്നു. ഇതേ തുടർന്ന് കർശന നടപടിക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേക്കുകൾ കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിനായാണ് നിശ്ചിത അളവിൽ കൂടുതൽ പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നത്. കൊല്ലം ജില്ലയിൽ 32 സാമ്പിളുകൾ എടുത്തതിൽ 10 എണ്ണം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തി. ഉൽപാദകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ ആരംഭിച്ചതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. കേക്കുകൾ കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിന് നിശ്ചിത അളവിൽ കൂടുതൽ പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നത് നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 32 സാമ്പിളുകൾ എടുത്തതിൽ 10 എണ്ണം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉൽപാദകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ ആരംഭിച്ചതായി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ എ സക്കീർ ഹുസൈൻ അറിയിച്ചു. അളവിൽ കൂടുതൽ പ്രിസർവേറ്റീവുകൾ ചേർത്താൽ പരിശോധനാ ഫലം പ്രതികൂലമായി രേഖപ്പെടുത്തി ഉൽപാദകർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. ചെറുകിട ഉൽപാദകർ പ്രിസർവേറ്റീവുകളുടെ ഉപയോഗരീതിയും നിയന്ത്രണവും സംബന്ധിച്ച സംശയ നിവാരണത്തിന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരെ സമീപിക്കണം. സൗജന്യമായി നൽകുന്ന ഫോസ്റ്റാക് പോലുള്ള പരിശീലനങ്ങളിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണമെന്നും അറിയിച്ചു. എല്ലാ ഉൽപാദകരും 6 മാസത്തിലൊരിക്കൽ ഉൽപ്പന്നങ്ങൾ ലാബ് ടെസ്റ്റ് നടത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. വീടുകളിൽ കേക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നവർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ നിന്ന് രജിസ്ട്രേഷനും എടുക്കണം. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കർശന പരിശോധനകൾ ഉണ്ടാകുമെന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് ജില്ലയിൽ 5 സ്ക്വാഡുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരെ കണ്ടെത്താൻ ചർച്ചകൾ സജീവം. ചവറ ഗ്രാമപഞ്ചായത്തിൽ RSPക്കാണ് പ്രസിഡന്റ് സ്ഥാനം. തെക്കും ഭാഗത്ത് CPMന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും. നീണ്ടകരയിൽ UDFൽ വീതം വെപ്പിനാണ് സാധ്യത. തേവലക്കരയിൽ കോൺഗ്രസിലെ S അനിലിനാണ് പ്രഥമ പരിഗണന. പന്മനയിൽ 2 പേർ പരിഗണനയിലുണ്ട്. ചവറ ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിൽ അധ്യക്ഷരെ കണ്ടെത്താൻ ചർച്ചകൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. UDFന് ഭൂരിപക്ഷം ലഭിച്ചത് പന്മന, ചവറ, തേവലക്കര, നീണ്ടകര പഞ്ചായത്തുകളിലാണ്. ഇതിൽ ചവറ, പന്മന, തേവലക്കര, തെക്കുംഭാഗം പഞ്ചായത്തുകളുടെ ഭരണം UDFനായിരുന്നു.
തേവലക്കരയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവസാന വർഷം ഭരണം UDF-ന് നഷ്ടമായിരുന്നു. ചവറയിലും നീണ്ടകരയിലും ഒരു സീറ്റ് മാത്രമാണ് അധികമുള്ളത്. തെക്കുംഭാഗത്ത് LDF-ന് ഒരു സീറ്റാണ് അധികമുള്ളത്. പന്മനയിൽ DCC ജനറൽ സെക്രട്ടറി സന്തോഷ് തുപ്പാശ്ശേരി, പന്മന മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ എന്നിവരാണ് പരിഗണനയിലുള്ളത്. കഴിഞ്ഞ തവണ ഇവിടെ കോൺഗ്രസ് 2 പേർക്ക് അവസരം നൽകി. അവസാന വർഷം RSP പ്രതിനിധിക്കായിരുന്നു പദവി. വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു. തേവലക്കരയിൽ അരിനല്ലൂർ വടക്ക് വാർഡിൽ നിന്ന് വിജയിച്ച S. അനിലിനെയാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ കാരണം അവസാന വർഷം ഭരണം നഷ്ടമാവുകയും RSPക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ പോവുകയും ചെയ്തു. ചവറയിൽ RSPക്കായിരിക്കും പ്രസിഡന്റ് സ്ഥാനം. കഴിഞ്ഞ തവണ ആദ്യ അവസരം RSPക്കായിരുന്നു, പിന്നീട് കോൺഗ്രസിന് ലഭിച്ചു. ഇത്തവണ വനിതാംഗങ്ങൾ 2 പേരാണ് RSPക്കുള്ളത്. ഇവരിൽ കൊറ്റൻകുളങ്ങരയിൽ നിന്നുള്ള അംബികകുമാരിക്കാണ് മുൻഗണന. തെക്കുംഭാഗത്ത് LDF-ൽ നിന്നും CPM-നായിരിക്കും പ്രസിഡന്റ് സ്ഥാനം. വിജയശ്രീ മംഗളൻ, R. ഹരികൃഷ്ണൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. 10 വർഷത്തിനു ശേഷം അവസരം ലഭിച്ച നീണ്ടകരയിൽ UDF-ൽ നിന്ന് കോൺഗ്രസിന് ആദ്യം പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും. പുത്തൻതുറയിൽ നിന്ന് വിജയിച്ച ശിവലാലിനായിരിക്കും സാധ്യത. 2 ദിവസത്തിനകം LDF, UDF മുന്നണികൾ ചർച്ച ചെയ്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. ജില്ലാതലത്തിലും ചർച്ചകൾ സജീവമാണ്. ചവറ, തെക്കുംഭാഗം, നീണ്ടകര പഞ്ചായത്തുകളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഇരു പാർട്ടികളും സൂക്ഷ്മതയോടെയാകും കൈകാര്യം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, ചവറ. കായംകുളത്ത് ടയർ കടയ്ക്ക് തീപിടിച്ചു. KP റോഡിൽ കുറ്റിത്തെരുവ് ജംഗ്ഷന് സമീപമുള്ള അനില ടയർ എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. 3 യൂണിറ്റുകളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷനിലെ ടയർ കടയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കുറ്റിത്തെരുവ് ജംഗ്ഷന് കിഴക്കുഭാഗത്ത് പ്രവർത്തിക്കുന്ന അനില ടയർ റീട്രേഡിംഗ് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. കടയിലെ ടയറുകളിലേക്ക് തീ പടർന്ന് ആളിക്കത്തി. കായംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയെത്തി സമീപത്തെ മറ്റ് കടകളിലേക്ക് തീ പടരുന്നത് തടയാൻ നടപടി സ്വീകരിച്ചു. ടയറുകൾ കത്തി ഉരുകിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. മാവേലിക്കര, ഹരിപ്പാട്, അടൂർ, കായംകുളം എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാസേനാ യൂണിറ്റുകൾ എത്തിയാണ് അരമണിക്കൂറോളം ശ്രമിച്ച് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കടയടച്ച് ജീവനക്കാർ പോയ ശേഷമാണ് തീപിടുത്തമുണ്ടായത്. സംഭവം നടന്നതിന് സമീപം കടകളും വീടുകളും ഉണ്ട്. തീ പടർന്നയുടനെ ഇവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. തീ പടർന്നതോടെ KP റോഡിലൂടെയുള്ള വാഹന ഗതാഗതവും നിയന്ത്രിച്ചു. വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു. പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഹൈഡ്രോളിക് യന്ത്രത്തിലുണ്ടായ വൈദ്യുതി സ്പാർക്കാകാം തീ പടരാൻ കാരണമെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുടിവെള്ള പൈപ്പ് പൊട്ടി ദേശീയപാതയുടെ ഒരു ഭാഗം തകർന്നു. കുളത്തൂപ്പുഴ മടത്തറയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി ഒരാഴ്ചയായിട്ടും നടപടി സ്വീകരിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല. കുളത്തൂപ്പുഴ മടത്തറയിലെ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളായി. ദേശീയപാതയുടെ ഒരു ഭാഗം കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തകർന്നു. മടത്തറ ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻഭാഗത്തു കൂടി പോകുന്ന ദേശീയപാതയുടെ മധ്യഭാഗത്ത് വലിയ ഗർത്തവും രൂപപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ മടത്തറ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളായി ഒരു ദയനീയ കാഴ്ചയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ ബഹുമാനിയായ ഒരു പ്രധാന മന്ത്രി നമ്മുടെ ചിഞ്ചുറാണി അവർകൾ പ്രതിദാനം ചെയ്യുന്ന ഒരു മണ്ഡലത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. ദിനം പ്രതി ഇന്നും 2-3 ബൈക്കുകളാണ് മറിഞ്ഞു വീണ് അവരെ നമ്മളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. അത് മാത്രമല്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലായി ഈ കച്ചട വെള്ളം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടും ആഴ്ചകളായി. ഇതുവരെയും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ കച്ചട വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് ഇവിടുത്തെ പാവങ്ങളായ രോഗികളും നിർധനരായ രോഗികളും മടത്തറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. വാട്ടർ അതോറിറ്റി എടുത്ത് പറഞ്ഞാൽ പുള്ളി ഫോൺ എടുക്കില്ല, ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഇതുമൂലം ഇതുവഴി കടന്നു പോകുന്ന സ്കൂൾ ബസ്സുകൾക്കുൾപ്പെടെ ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവുമുണ്ട്. പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു. പൈപ്പ് പൊട്ടി ഒരാഴ്ചയായി ജലം പാഴായിട്ടും
ജല അതോറിറ്റി തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഈ റോഡെന്ന് പറയുന്നത് മടത്തറ പാരിപ്പള്ളി റോഡാണ്. ഒരുപാട് ബസ്സുകളും സ്കൂൾ കുട്ടികളും മറ്റ് യാത്രക്കാരും എല്ലാവരും സഞ്ചരിക്കുന്ന റോഡാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതേപോലെ വെള്ളക്കെട്ടും ഇതുമായിട്ട് വന്ന് ഇന്ന് തന്നെ ചോഴിക്കോട് സ്വദേശിയായ 2 പേരുടെ വീണ് യാത്രക്കാർക്കെല്ലാം വളരെ ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ റോഡിൻ്റെ ഒരു ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ തുമ്മോദരി താഴെ മേളിൽ തന്നെ ഈ റോഡ് ഇതുപോലെ ഇതിനേക്കാൾ വളരെ കിടക്കുന്ന ഒരു റോഡാണ്. ഇത് അധികാരികൾ വേണ്ടപ്പെട്ട ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഒരുപാട് അപകടം ഉണ്ടാവും. മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ റോഡിന് വേണ്ടുന്ന പരിഹാരം ഉണ്ടാക്കണം. പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് മന്ത്രി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അതിന് അടിയന്തരമായൊരു നടപടി ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിനാണ് സസ്പെൻഷൻ. CPO നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പോലീസുകാരനെയാണ് സസ്പെൻഡ് ചെയ്തത്. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നവാസിൽ നിന്നുണ്ടായതെന്ന് ഉത്തരവിൽ കമ്മീഷണർ വ്യക്തമാക്കി. നവാസ് ഗുരുതര അച്ചടക്ക ലംഘനവും സ്വഭാവ ദൂഷ്യവും കാണിച്ചതായും ഉത്തരവിൽ പറയുന്നുണ്ട്. അന്വേഷണം നടത്തി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നവംബർ 6-ാം തീയതി പുലർച്ചെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്കെത്തിയ വനിതാ പോലീസുകാരിക്ക് നേരെ അതിക്രമമുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ചവറ പോലീസ് കേസെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കം പുനലൂരിൽ പുരോഗമിക്കുന്നു. 21-നാണ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നത്. 250 പേർക്കിരിക്കാവുന്ന പന്തലും സ്റ്റേജുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 21-ന് രാവിലെ 10 മണിക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. വരണാധികാരിയാണ് കൗൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. 250 പേർക്കിരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പന്തലും സ്റ്റേജും ക്രമീകരിച്ചിട്ടുള്ളത്. നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തി LDF ഭരണമുറപ്പിച്ചു. ശക്തമായ മത്സരം നടന്ന തെരഞ്ഞെടുപ്പിൽ LDF മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തി. വികസന തുടർച്ചയും സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തി വോട്ട് തേടിയ ഇടതുമുന്നണിക്ക് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഈ വിജയമെന്ന് നേതൃത്വം അവകാശപ്പെടുന്നു. ഇതിനോടൊപ്പം തന്നെ പുതിയ കൗൺസിൽ അംഗങ്ങളെ വരവേൽക്കാനായി നവീകരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. 35 വാർഡുകൾ ഉണ്ടായിരുന്ന നഗരസഭയിൽ പുതുതായി 1 വാർഡ് കൂടി രൂപീകരിച്ചതോടെ 36 ഇരിപ്പിടങ്ങളാണ് സജ്ജീകരിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ക്രമീകരണവും പൂർത്തിയായി വരുന്നു. നവീകരിച്ച കൗൺസിൽ ഹാളിൽ ആദ്യ കൗൺസിൽ യോഗവും നടക്കും. ഏറ്റവും പ്രായം കൂടിയ കൗൺസിലറായിരിക്കും കൗൺസിൽ യോഗത്തിന്റെ അധ്യക്ഷൻ. കൗൺസിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പും വൈസ് ചെയർമാൻ എന്നാണെന്നുള്ള അറിയിപ്പും മുനിസിപ്പൽ സെക്രട്ടറി കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. 26-നാണ് ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചു. സ്ഥിരം ജീവനക്കാരുടെ ശമ്പളമാണ് 11-ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ചത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളമാണ് 11-ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി പരിഷ്കരിച്ചത്. ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 11-ാമത് പരിഷ്കാരം മുൻപ് നടപ്പാക്കിയെങ്കിലും RPL ജീവനക്കാരുടെ ശമ്പള പരിഷ്കാരം പല കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ കമ്പനി നഷ്ടത്തിലാണെന്ന കാരണം പറഞ്ഞാണ് ശമ്പള പരിഷ്കരണം മാറ്റിവെച്ചത്. CITU യൂണിയന്റെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഗവൺമെന്റ് അനുകൂല തീരുമാനമെടുത്തത്. കേരളത്തിലെ തോട്ടം മേഖലയെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന നിരവധി നിലപാടുകളുടെ തുടർച്ചയാണ് ഈ ശമ്പള പരിഷ്കരണം. കമ്പനിയെ ലാഭത്തിലാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെ CITU പിന്തുണയ്ക്കുകയാണ്. സാമ്പത്തിക പരിമിതിക്കുള്ളിൽ തോട്ടം മേഖലയിലെ പ്രധാന സ്ഥാപനമായ RPL ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് ജോർജ് മാത്യുവും സെക്രട്ടറി T അജയനും സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 4 വർഷക്കാലമായി വിശ്രമരഹിതമായ പ്രവർത്തനങ്ങൾ വ്യാപിച്ച ഈ സ്ഥാപനത്തിലെ CITUവിന്റെ ഓരോ പ്രവർത്തകന്മാരെയും അവർ നടത്തിയ എല്ലാ പോരാട്ടങ്ങളെയും സ്നേഹപൂർവ്വം സ്മരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്, പ്രിയപ്പെട്ട സഖാവ് പിണറായി നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്, അതിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ബഹുമാനിയായ മന്ത്രിമാർക്ക്, നമ്മളെ സഹായിച്ച ധനകാര്യമന്ത്രി ബാലഗോപാൽ ഉൾപ്പെടെയുള്ള സഹാക്ക് എല്ലാം
സ്നേഹപൂർവ്വ വേളയിൽ സന്തോഷവും നന്ദിയും അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുതിയ ശുദ്ധജല പദ്ധതിക്കായുള്ള പുനലൂരിന്റെ കാത്തിരിപ്പ് നീളുന്നു. ഉപയോക്താക്കളുടെ എണ്ണം 15 ഇരട്ടി വർദ്ധിച്ചിട്ടും കാലാനുസൃതമായി പുതിയ പദ്ധതി നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്കായുള്ള തുക ലഭ്യമാക്കാത്തതാണ് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. അരനൂറ്റാണ്ടിനിടെ ഉപയോക്താക്കളുടെ എണ്ണം 15 ഇരട്ടിയായി വർദ്ധിച്ചിട്ടും കാലാനുസൃതമായി പദ്ധതി നടപ്പാക്കുന്നതിൽ അധികൃതർ ഒന്നും ചെയ്തിട്ടില്ല. കല്ലടയാറ്റിൽ മുൻപ് വിഭാവനം ചെയ്ത പദ്ധതികളാകട്ടെ മുന്നോട്ടു പോയില്ല. പദ്ധതിക്ക് ആവശ്യമായ തുക ലഭ്യമാകാത്തതാണ് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. സംസ്ഥാനത്ത് ഏറ്റവും അധികം വരൾച്ച അനുഭവപ്പെടുന്ന പുനലൂരിൽ വേനലായാൽ ശുദ്ധജലത്തിന് ടാങ്കർ ലോറികളുടെ വരവ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. മുപ്പത്തിയഞ്ച് വാർഡിലും ശുദ്ധജലം എത്തിക്കുന്നതിന് 9 വർഷം മുമ്പ് നഗരസഭ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇത് നടപ്പാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ കൗൺസിൽ അംഗീകാരവും നൽകി. എന്നാൽ പലവിധ കാരണങ്ങളാൽ പദ്ധതി നടപ്പാക്കാനായില്ല. ഏതാനും വർഷം മുമ്പ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. അടങ്കൽ പദ്ധതി പുതുക്കി സർക്കാരിന് സമർപ്പിച്ചു. പദ്ധതി നടത്തിപ്പിന് ഏകദേശം 260 കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രാഥമിക കണക്ക്. ജല അതോറിറ്റിയുടെ കൊല്ലം പ്രോജക്ട് ഡിവിഷനാണ് നിർവഹണ ചുമതല നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടമായി ജലവിഭവ വകുപ്പിൽ നിന്ന് അനുവദിച്ച 7.40 ലക്ഷം രൂപ ചെലവഴിച്ച് സർവേ നടത്തി. ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി വട്ടപ്പടയിൽ 1.5 ഏക്കർ ഭൂമി കണ്ടെത്തി മരങ്ങൾ മുറിച്ചു നീക്കുകയും ചെയ്തു. പുനലൂർ നഗരസഭാ പ്രദേശത്ത് പ്രതിദിനം 14.3 ദശലക്ഷം ലിറ്റർ വെള്ളം വിതരണം ചെയ്യാൻ ആവിഷ്കരിച്ചതാണ് പദ്ധതി. എന്നാൽ പദ്ധതി നടപ്പാക്കാനുള്ള തുക ലഭ്യമാക്കാനായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ കരട് പട്ടികയിൽ കൊല്ലം ജില്ലയിൽ നിന്നും 1,67,465 പേർ പുറത്തുപോകാൻ സാധ്യത. കൊല്ലം ജില്ലയിലെ ആകെ വോട്ടർമാരുടെ 7.8%. ആകെയുള്ള 21,44,527 വോട്ടർമാരിൽ 19,77,062 പേരുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തു. SIRന്റെ ഫോമുകൾ നൽകുന്നതിനുള്ള സമയം വ്യാഴാഴ്ച രാത്രി അവസാനിക്കുകയാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു. അനിൽ, SIR ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 1.5 ലക്ഷത്തിലധികം പേർ പുറത്തു പോകുമെന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ പറയാമോ? സിനിചന്ദ്ര, വ്യാഴാഴ്ച രാത്രി 12 മണി വരെ മാത്രമാണ് പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോറവും തിരിച്ചറിയൽ രേഖകളും ഹാജരാക്കാനുള്ള സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളത്. BLA മാർക്ക് കണ്ടെത്താൻ കഴിയാത്തവരും മറ്റു സ്ഥലങ്ങളിൽ എൻറോൾ ചെയ്തവരും ജീവിച്ചിരിക്കുന്നവരെ അല്ലാത്തവരും ഉൾപ്പെടെ 1.67 ലക്ഷം പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ ഏതാണ്ട് 49,008 പേർ മരിച്ചവരാണ്. 54,531 പേർ സ്ഥലം മാറിപ്പോയവരാണ്. 10,169 പേർ മറ്റു ജില്ലകളിൽ എൻറോൾ ചെയ്തവരാണ്. എന്നാൽ 44,214 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 9,548 പേർ SIR ഫോറങ്ങൾ പൂരിപ്പിച്ചു നൽകാത്തവരാണ്. ഈ സാഹചര്യത്തിൽ SIR മാപ്പിംഗ് പൂർത്തിയാക്കാനാകാത്ത ആളുകളുമുണ്ട്. ഏതാണ്ട് 2,490,000 പേർക്ക് ഇതുവരെ SIR മാപ്പിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയാൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. 23-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ മാസം 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ ആശങ്കകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇനിയും ഏതെങ്കിലും കാരണവശാൽ ഈ അപേക്ഷാ ഫോമുകളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുപറ്റിയ സാഹചര്യത്തിൽ ആരെയും തന്നെ ഒഴിവാക്കില്ല എന്നും കമ്മീഷൻ പറയുന്നു. എന്യൂമറേഷൻ ഫോറം ഒപ്പിട്ട് നൽകിയ മുഴുവൻ പേരും കരട് പട്ടികയിൽ ഉണ്ടാകും. ഇതുവരെ കണ്ടെത്താനാകാത്തവരുടെ പട്ടിക പ്രത്യേകമായി പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളും കമ്മീഷൻ സ്വീകരിച്ചിട്ടുണ്ട്. 2002-ലെയും 2025-ലെയും വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വരുന്നവരിൽ 2002-ലെ പട്ടികയിൽ അടുത്ത ബന്ധുക്കളുടെ പേരില്ലാത്തവർക്കാണ്
ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകുക. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുണ്ട്, പുതിയ വോട്ടർമാരുണ്ട്, പ്രവാസി വോട്ടർമാരുണ്ട്. ഇവർക്കെല്ലാം തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയാൽ വോട്ടർ പട്ടികയിൽ ഇടം നേടാമെന്ന് ജില്ലാ കളക്ടർ ദേവിദാസ് വ്യക്തമാക്കുന്നു. ഇതുമാത്രമല്ല, ഡിസംബർ 23 മുതൽ അടുത്ത വർഷം ജനുവരി 22 വരെ ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയം കൂടി കമ്മീഷൻ നൽകുന്നുണ്ട്. ലഭിക്കുന്ന പരാതികളിൽ ഫെബ്രുവരി മാസം 14 വരെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അദാലത്തുകൾ നടത്തും. അദാലത്തുകൾക്ക് ശേഷം ഫെബ്രുവരി 21-നായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. BLA-മാർക്ക് കണ്ടെത്താനാകാത്തവർ മരിച്ചവരുടെ പട്ടികയിലുണ്ടെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുക്കൾ ഇല്ലാത്തവർ തുടങ്ങിയവർക്ക് രേഖകൾ ഹാജരാക്കാനായി വ്യാഴാഴ്ച ഒറ്റ ദിവസം മാത്രമാണുള്ളത്. കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. എന്നാൽ കണ്ടെത്താനാകാത്ത വോട്ടർമാർ അത് വ്യത്യസ്തമായ തലങ്ങളിലായിരിക്കും. ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തി അവരെയും കൂടി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കമ്മീഷൻ നടത്തി വരുന്നത്. അതുമാത്രമല്ല, നിരന്തരമായ ഒരു പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമ്മളോടിപ്പോൾ കൊല്ലം തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല എന്നുള്ള കമ്മീഷൻ്റെ ഒരു ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പ് എന്തായാലും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വരെ നമുക്ക് ആ ഉറപ്പ് യാഥാർത്ഥ്യമാകുന്നുണ്ടോ എന്നുള്ള തരത്തിൽ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നിലവിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ ചേരാനുള്ളവരുണ്ടെങ്കിൽ അവർ ഫോറം 6 പൂരിപ്പിച്ച് നൽകിയാൽ മതി. പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർ ഇത് നൽകിയാൽ ഉടൻ തന്നെ അവരെയും ഇതിൽ ഉൾപ്പെടുത്തും. പുതുതായിട്ട് ചേരുന്നവരും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളവരും ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID കാർഡ്, സർക്കാർ അംഗീകരിക്കുന്ന ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ 12 രേഖകൾ കമ്മീഷൻ പറയുന്നുണ്ട്. ആ 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ അവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പ്രവാസികൾക്കും അവരെ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ പാസ്പോർട്ട് നിർബന്ധമായി ഹാജരാക്കിയേ പറ്റൂ എന്നുകൂടി കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്തായാലും നമുക്ക് അവസാന കരട് പട്ടികയല്ല, അതിനുശേഷം പൂർണ്ണ തോതിലുള്ള പട്ടിക വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. സിനി ചന്ദ്ര. ഈ മാസം 23-നാണ് SIR-ന്റെ അടിസ്ഥാനത്തിലുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. എന്യൂമറേഷൻ പൂരിപ്പിച്ച് നൽകിയ മുഴുവൻ പേരും പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. കൊല്ലം മുണ്ടയ്ക്കൽ തങ്കശ്ശേരി സ്വദേശികളാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. കരട് പട്ടികയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 1,67,465 പേർ പുറത്തുപോകാൻ സാധ്യത. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ 7.8%. ആകെയുള്ള 21,44,527 വോട്ടർമാരിൽ 19,77,062 പേരുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തു. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചു. സ്ഥിരം ജീവനക്കാരുടെ ശമ്പളമാണ് പരിഷ്കരിച്ചത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പുതിയ ശുദ്ധജല പദ്ധതിക്കായുള്ള പുനലൂരിന്റെ കാത്തിരിപ്പ് നീളുന്നു. ഉപയോക്താക്കളുടെ എണ്ണം 15 ഇരട്ടി വർദ്ധിച്ചിട്ടും പുതിയ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്ക് ആവശ്യമായ തുക ലഭ്യമാകാത്തതാണ് കാരണമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.